ഇനി അവർ പറയട്ടെയിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിന്റെ വനാതിർത്തികളിൽ നിന്ന് അടുത്ത കാലത്ത് വരുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ല. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒടുങ്ങാത്ത കലഹത്തിന്റെ കഥകൾ പറയുന്നു ഓരോ വാർത്തയും. മനുഷ്യനും മൃഗവും കാടും കൃഷിയും രമ്യതയിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ പഴയ വനാതിർത്തികൾക്ക് എന്തുപറ്റി? പണ്ട് എന്നുവെച്ചാൽ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ മുക്കാലും കാടായിരുന്നത്രേ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അത് പകുതിക്ക് താഴേക്ക് കുറഞ്ഞു. ഇപ്പോൾ 33% വേണ്ടിടത്ത് 29% കാട്. സ്വാതന്ത്ര്യം കിട്ടി കേരളം പിറക്കുമ്പോൾ 1950-ലുണ്ടായ പെരിയാർ മാത്രമായിരുന്നു കേരളത്തിന്റെ വന്യജീവി സങ്കേതം. അന്ന് കാടിനേക്കാളും കാട്ടുജീവികളെക്കാളും രണ്ടാം ലോക മഹായുദ്ധവും യുദ്ധമുണ്ടാക്കിയ ക്ഷാമവും വിശപ്പുമായിരുന്നു ഒരു നാടിന്റെ വലിയ പ്രശ്നങ്ങൾ. കൂടുതൽ ഭക്ഷണമുണ്ടാക്കൂ എന്ന സർക്കാർ മുദ്രാവാക്യം അക്ഷരം പ്രതി അനുസരിച്ച് കുടിയേറ്റം നിയമവിധേയമായും തകൃതിയായും നടന്നു. നിത്യഹരിത വനങ്ങളുടെയും ഇലപൊഴിയും ആർദ്രവനങ്ങളുടെയും വെള്ളം സുലഭമായ താഴ്വാരങ്ങളിലെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ സർക്കാർ തന്നെ കർഷകരെ കുടിയിരുത്തി. കൂടുതൽ സ്ഥലം വളച്ചുകെട്ടി ഏറുമാടത്തിൽ കിടന്നുറങ്ങി പൊന്നുവിളയിച്ച കർഷകർ ആരാധ്യരായി. 70കൾ വനം വന്യജീവി സംരക്ഷണത്തിൽ പുതിയ ബോധോദയങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യയിൽ വനനിയമങ്ങൾ ഉണ്ടായി. സൈലന്റ് വാലി പ്രക്ഷോഭത്തോടെ 80കളിൽ കേരളത്തിലും പരിസ്ഥിതി ബോധം ദൃഢമായി. വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പഴയ 1-ൽ നിന്ന് 23 ഉയർന്നു. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കാട് കുറയുമ്പോൾ കേരളത്തിൽ മാത്രം കാടിന്റെ വിസ്തൃതി കൂടുകയാണ്. വനംവകുപ്പിന്റെ കണക്കനുസരിച്ച് 2005 ശേഷം കേരളത്തിൽ 3% കാട് കൂടിയിട്ടുണ്ട്. പക്ഷേ കാട് കൂടുകയും വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പെരുകുകയും ചെയ്യുന്ന കണക്കുകളിലെ ഭംഗി കാര്യങ്ങൾക്ക് ഇല്ല. 1983 മുതൽ 93 വരെ വനാതിർത്തികളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 31. പക്ഷേ അടുത്ത 10 വർഷക്കാലം കൊണ്ട് ഈ എണ്ണം 50-ലധികമായി. 2000-ന് ശേഷം ഓരോ വർഷവും ആക്രമിക്കപ്പെടുന്നവരുടെയും കൊല്ലപ്പെടുന്നവരുടെയും എണ്ണം കൂടിക്കൂടി വരുന്നു. കാടുകൾക്കടുത്ത് വീടുള്ളവരാരും ഇപ്പോൾ ഉറങ്ങാറില്ല. പണ്ട് കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് സ്വന്തം വിളകളെ ചൊല്ലി അഭിമാനം പൂണ്ടിരുന്നവർ ഇപ്പോൾ കൃഷി തന്നെ നിർത്തിയിരിക്കുന്നു. ജീവനിൽ കൊതി കൂടുതലുള്ളവർ വീട് വിട്ട് മറ്റിടങ്ങളിലേക്ക് ഓടിപ്പോകുന്നു. അവശേഷിക്കുന്നവർ അതിനും ഗതിയില്ലാത്തവരാണ്. അവർ എന്ത് കൃഷി ചെയ്താലും വിളവെടുക്കാൻ കഴിയാതെ, പണിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്ന കുട്ടികളും തിരിച്ചുവരുമെന്ന് ഉറപ്പില്ലാതെ രാത്രികളിൽ ഉറക്കമിളച്ചും ഊഴം വെച്ച് ഉറങ്ങിയും ഇലയനക്കം കേട്ടാൽ ഞെട്ടിവിറച്ചും കാവലിരുന്ന് തളർന്നിരിക്കുന്നു. കാശുകൊടുത്ത് ഭൂമി വാങ്ങിയ മനുഷ്യരും അവിടെ പണ്ടുണ്ടായിരുന്ന മൃഗങ്ങളും തമ്മിലാണ് അവകാശ തർക്കം. മനുഷ്യരെ പേടിയില്ലാതായ മനുഷ്യമാംസത്തിന്റെ രുചിയറിഞ്ഞ മൃഗങ്ങളോടാണ് പുതിയ കാലത്ത് മനുഷ്യർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത്. അത് അത്ര എളുപ്പവുമല്ല. കഷ്ടകാലത്തിന് വനാതിർത്തികളിൽ കൃഷിഭൂമി ഉണ്ടായിപ്പോയ മനുഷ്യർ, അവരുടെ ഭൂമിയിൽ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാർ, കാടിന്റെയും കാട്ടുജീവികളുടെയും രോഷത്തിന് നേരിട്ട് ഇരയാകുന്നവർ. ഇനി അവർ പറയട്ടെ. ആനയുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 10-20 വർഷം മുമ്പൊക്കെ സ്കൂളിൽ ഇവനെ ആനനെ കാണാൻ ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് പോകുമായിരുന്നു. ഇപ്പൊ നേരെ മറിച്ചപ്പോൾ ഞങ്ങളെ കാണാൻ ആന കൊണ്ട് വരിക. 20 വർഷമായി ഇപ്പൊ ആനശല്യം, പന്നി, കുരങ്ങ്, മൃഗങ്ങളെ ശല്യമാണ്. ഒരു കൃഷി ഉണ്ടാക്കാൻ കഴിയില്ല. എന്തെങ്കിലും ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം, അതിനുള്ളത് തടസ്സം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മൃഗങ്ങളുടെ താല്പര്യം തോന്നില്ല. ആന കാരണം കൊണ്ട് ഞങ്ങൾ തെങ്ങ് ഒഴിവാക്കി, കവുങ്ങ് ഒഴിവാക്കി, വാഴ ഒഴിവാക്കി, കപ്പ ഒഴിവാക്കി. പന്നി വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ 1 ഏക്കർ നവര നെല്ല്
10,000 രൂപയോളം ചെലവുണ്ട്. ഈ നവര നെല്ല്, ഒരു മണി നെല്ല് എൻ്റെ വിത്ത് പോലും നഷ്ടപ്പെടുത്തി മുഴുവൻ പന്നിക്കൂട്ടം വന്നിട്ട് ഒരു നിരപ്പങ്ങ് നിരത്തിപ്പോയി. അവരോട് പറയാൻ കുരങ്ങിനെ പറയണം, ആനേക്കാളും വലിയ ശല്യ കുരങ്ങ്. കാപ്പി സീസൺ അപ്പോൾ പുതിയ റക്ക വരുന്ന ആ റക്ക കംപ്ലീറ്റ് ഒടിച്ചൊടിച്ച് കളയുക. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കടത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിവർത്തിയില്ല. ബാങ്കുകാരടുത്ത് നമുക്ക് അഭിപ്രായങ്ങൾ വേറൊന്നും ഈ കഷ്ടപ്പാടുകളൊന്നും പറഞ്ഞാൽ അവർ നിൽക്കില്ല. അതാ ഈ വീട് നമ്മുടെ കുടുംബക്കാരൻ്റെ വീടാണ്. ഇവിടേക്ക് വന്നത് അവിടെ ഈ കിഴങ്ങൊക്കെ നാശാക്കി വീട് ആക്രമിച്ച് നമ്മളെ ഏട്ടൻ്റെ വീട്, നമ്മളെ വീട്, 2 വീടുണ്ട് അവിടെ, 3 വീടുണ്ട് എൻ്റെ വീട് അടക്കം. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ശല്യം കാരണം ഇവിടെ ഇല്ല, ടൗണിലാണ് താമസിക്കുന്നത്. ഇതിപ്പോൾ ഇത് വിറ്റിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിറ്റിട്ട് എവിടേക്കാണ് പോകേണ്ടത്? ഇതിന് വിറ്റ വില കിട്ടില്ല. ഈ ഉൽപ്പാദനമുള്ള ഭൂമി വിറ്റിട്ട് നമ്മൾ പുറത്ത് ഇവിടെ പോയിട്ട് വേറെ എന്ത് തൊഴിലെടുക്കും, എവിടെ സ്ഥലം വാങ്ങും? ഒരു 50,000-75,000 രൂപയുടെ കൃഷിയൊക്കെ നശിച്ചിട്ടാണ് നമ്മൾ തരുന്നത്. 5,000 രൂപ അല്ലെങ്കിൽ 4,000 3,000 ചില്ലാനോ ഒക്കെ തരും. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ 6,000 രൂപ. അപ്പോൾ ആ വർഷത്തിലേക്ക് ഒരു 80,000-85,000 രൂപയുടെ കൃഷി നശിച്ചിട്ടുണ്ട്. ആനേന്റെ ഭയങ്കരമായ ശല്യമാണ്. 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല, ഒരാൾക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു പണി തൊഴിലിന് പോയി കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ലേശം ടൈം ആയി കഴിഞ്ഞാൽ ആർക്കും വീട്ടിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 6 മണി കഴിഞ്ഞാൽ അതിലെ വണ്ടികളും ഓട്ടോറിക്ഷ ഒന്നും ഓടുന്നില്ല, ഒറ്റ വണ്ടിയൊന്നും ഇല്ല, വിളിച്ചാൽ വരില്ല. രാത്രി കാലങ്ങളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആനയും മാനും നിങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെ ശല്യം ചെയ്യാം. ഞങ്ങൾക്ക് അതിൽ വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. രാത്രി ഏട്ടനോട് വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഞാൻ അടുക്കള ഭാഗത്ത് നോക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈ പഴക്കൊല തൂങ്ങുന്ന പോലെ അടുക്കളയിലേക്ക് തൂങ്ങി നിൽക്കുക. കാരണം അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നോക്കുന്നത് ആനയുടെ തുമ്പിക്കൈയാണ്. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. എന്നോട് പറഞ്ഞു, ഞാൻ മോനെ വിളിക്കാം, വേണ്ട നിങ്ങൾ രണ്ടാളും ഈ കട്ടിലിന്റെ അടിയിൽ കിടക്കൂ, ആന പിന്നെ ഒന്നും ചെയ്യൂല, ഞാൻ ഓടാം, കല്ല എന്തെങ്കിലും എറിഞ്ഞിട്ട് ഞാൻ അക്കരക്ക് ഓടാം. ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ ഓടണ്ട, മരിക്കണ്ടെങ്കിൽ 3 പേരും ഒന്നിച്ച് മരിക്കണം, അല്ലാതെ ഒരാളായിട്ട് മരിച്ചിട്ടുണ്ടാ ഞങ്ങൾ എന്ത് ചെയ്യാനാ? രാത്രി സാധാരണഗതിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാതിരിക്കണം. എന്നാലും ഈ ഭയം പോകുന്നില്ല. ആനേന്റെ ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഇക്കാലം വരെ 81 ഞാൻ വന്നിട്ട് ഇപ്പോഴാ ഈ ഒരു ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. ഒരു രക്ഷയില്ല. കാരണം പിന്നെ വൈകുന്നേരമാണ് 4 മണിക്ക് മുമ്പ് എത്തണം. 4 മണിക്കാണ് ക്ലാസ് വിടുക. 4 മണിക്ക് മുമ്പ് എത്തിയില്ല, പിന്നെ ആരെങ്കിലും കൂട്ടാൻ വരണം. അപ്പോഴൊക്കെ ആന ഈ വയലിൽ, ഈ റോഡിൽ, വീടിന്റെ മുറ്റത്തൊക്കെ ആനയാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങാൻ കഴിയുന്നില്ല. ആന വന്ന് മുറ്റത്തിരിക്കുന്ന തെങ്ങ് മുഴുവൻ വലിച്ചു പറിച്ചിട്ട് പോവുകയാണ്. എത്രയോ കാലങ്ങളായി ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ട്. ഇന്നും അത് ആന വന്ന്, നിങ്ങൾ കണ്ടല്ലേ ആന വന്ന്. ഇത് ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെ തന്നെ. ആരും അധികാരികളെ ഭാഗത്തുനിന്നാണ് ആരുമില്ല. ഇപ്പൊ ഇതാ 5:30 ഇറങ്ങിയതാ ഇന്ന്. ഞങ്ങളിപ്പോ 3 പ്രാവശ്യമായി ഓടിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഞങ്ങക്ക് പണി. രാത്രി കിടക്കാനും പറ്റുന്നില്ല, ഉറങ്ങാനുള്ള സമാധാനം ഇല്ല. പാർട്ടിക്കാരും ഇല്ല, ആരും. ആന വന്നത് തന്നെ അവർക്ക് അറിയാത്ത ഭാവം വേറെ അനുഭവം ഇതാകുന്നു. നമ്മളടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല ഇതുവരെ. ഫോറസ്റ്റുകാരോട് ഞങ്ങൾ കുറെ അപേക്ഷിച്ചു, അവരാരും ഇതിനായിട്ടൊരു നടപടി എടുക്കുന്നില്ല. കാരണം ഞങ്ങളിപ്പം നാട്ടുകാരിറങ്ങി എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്ന ഗതികളാ. ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല, അത്ര തന്നെ. ഒരു രക്ഷയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ചോദിക്കാം. നാട്ടുകാരെ കൊണ്ട് എന്തായാലും ഇതിനെ തടയാനാവില്ലല്ലോ. അധികാരികളോട് പറഞ്ഞാൽ അവരും വരില്ല. ഇനിയിപ്പോൾ കഠിനമായി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒന്നല്ല നമ്മൾ തന്നെ ആനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ചെയ്തു കഴിഞ്ഞാലും കുറ്റം നമ്മളെ ഭാഗത്താണല്ലോ. അപ്പം അവർ വരും. മൃഗങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ അവർ വരും. ജനങ്ങൾക്കൊന്നും പറ്റിയ ആരും വരില്ല. ഇനി വരുന്ന ഉദ്യോഗസ്ഥന്മാരെ, ഇത് അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ വയലിൽ വരുമ്പോൾ അവിടെ കെട്ടിയിടുക. കഴിഞ്ഞ സർക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അവരാരും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഭൂമിയിൽ ജീവിക്കാൻ അവകാശം മൃഗങ്ങൾക്ക് മാത്രമാണ്, മനുഷ്യനില്ല. മനുഷ്യൻ അത്രയ്ക്കും അതപ്പതിച്ച മൃഗമായി, ആ മൃഗത്തിന്റെ ഗണത്തിലും കൂട്ടാൻ പറ്റില്ല, അത്രയ്ക്കും നികൃഷ്ട ജീവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരും കൊതിച്ചു പോകുന്നത്ര ഫലസമൃദ്ധമായ ഭൂമിക്ക് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് മാത്രം വിലയില്ലാതായിരിക്കുന്നു. തുച്ഛമായ കാശിന് ഏക്കർ കണക്കിന് ഭൂമി വിറ്റ് നഗരത്തിൽ 5-10 സെന്റ് ഭൂമി വാങ്ങി കൃഷി മാത്രം അറിയുന്ന ഒരു ജനത എന്തു ചെയ്യും? കടുങ്കയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ വനാതിർത്തികൾ. സൗമ്യരും ശാന്തശീലരുമായി കാട്ടിനുള്ളിൽ കഴിയുകയും വല്ലപ്പോഴും നാട്ടിലിറങ്ങിയാൽ തന്നെ മനുഷ്യരെ പേടിക്കുകയും ചെയ്തിരുന്ന കാട്ടുജീവികൾക്ക് എന്തുപറ്റി? ആർക്ക് എവിടെയാണ് പിഴച്ചത്? ഞങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നത്തെയും പോലെ ആളുകൾ ഉറങ്ങാതെ കാവലിരിക്കുന്ന ഒരു രാത്രിയിലാണ് ഞങ്ങൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ എത്തുന്നത്. ഉറക്കമിളച്ച് അവർ 15 പേരുണ്ടായിരുന്നു. രാത്രി 1 മണി കഴിഞ്ഞാൽ ഈ പണി ഏറ്റെടുക്കേണ്ട മറ്റൊരു 10 പേർ അടുത്തുള്ള മൈതാനത്തിൽ തലചായ്ക്കുന്നു.
കയ്യിൽ ആകെയുള്ളത് ടോർച്ചുകൾ മാത്രം. 2 തവണ ഓടിച്ചിട്ടും 3-ാം തവണ തിരിച്ചു വരികയായിരുന്ന ആനക്കൂട്ടം ഞങ്ങളുടെ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് കണ്ട് ഒന്ന് സംശയിച്ച് നിൽപ്പായി. കാത്തിരുന്നവർ വീണ്ടും എഴുന്നേറ്റ് ഒരു വല്ലാത്ത ഒച്ചയുണ്ടാക്കി ഓടിച്ചെന്നു. കഴിഞ്ഞ 8 മാസമായി ഇവർക്കിത് ദിനചര്യയുടെ ഭാഗമാണ്. ഞങ്ങൾ അതിനുള്ള പണിയാണ് ഇവിടെ ചെയ്യും. ആന കടക്കാർക്കാനുള്ള പണിയാണ് ചെയ്യും. അതിന് ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് എതിരാ. അതുകൊണ്ട് ഒരു രക്ഷയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ചോദിക്കാം. നേരം വെളുത്തപ്പോഴാണ് ഇത്രയും വലിയ ആത്മരോഷത്തിന്റെ കാരണം പിടികിട്ടിയത്. മൈതാനമെന്ന് രാത്രി ഞങ്ങൾ തെറ്റിദ്ധരിച്ച സ്ഥലമാണിത്. 2 മാസം മുൻപ് 500 കായ്ഫലമുള്ള തെങ്ങുകൾ ഇവിടെ തലയുയർത്തി നിന്നിരുന്നു. ഒരു വലിയ തോട്ടം ഈ കോലത്തിലാക്കാൻ ഒരാനക്കൂട്ടത്തിന് വേണ്ടി വന്നത് ഒറ്റ ദിവസമാണ്. പക്ഷേ നിരായുധരായി ആനയെ നേരിടേണ്ടി വരുന്നവർക്ക് അറിയില്ല അകലെയല്ലാതെ കടുവയുമുണ്ടെന്ന്. ഈ ദൃശ്യങ്ങൾ ആദ്യമായാണ് പുറം ലോകം കാണുന്നത്. ആനകളെ നിരീക്ഷിക്കാൻ മുത്തങ്ങയിൽ വനംവകുപ്പ് സ്ഥാപിച്ച റിമോട്ട് സെൻസിംഗ് ക്യാമറയിൽ പതിഞ്ഞത് കടുവകളാണ്. പകൽ മുത്തങ്ങ കാട് കാണാൻ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ട്രക്കിംഗ് പാതയിലൂടെയാണ് രാത്രിയിൽ ഇവൻ നടന്നുപോകുന്നത്. പക്ഷേ വംശനാശ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ കടുവയുടെ സുരക്ഷ മുൻനിർത്തി ഇവയുടെ എണ്ണം വെളിപ്പെടുത്താൻ എത്ര നിർബന്ധിച്ചിട്ടും വൈൽഡ് ലൈഫ് വാർഡൻ തയ്യാറായില്ല. വർഷങ്ങളായി മൃഗങ്ങളെ നിരീക്ഷിക്കുന്ന അദ്ദേഹം ഒരു കാര്യം സമ്മതിച്ചു: അവയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ആന മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഓടിച്ചു കഴിഞ്ഞാലും പിന്നെ അതിൽ അപ്പുറത്തേക്കില്ല. അതുകൊണ്ട് കുറച്ചു നേരം ഓടുക, തിരിച്ച് വീണ്ടും വരിക, അല്ലെങ്കിൽ ചിലപ്പം ഓടാതിരിക്കുക, ഗ്രാജുവലി നമ്മളെ കൃഷിയിൽ തന്നെ നിൽക്കുക എന്നുള്ളൊരു രൂപത്തിലേക്ക് മാറുന്നുണ്ടോ സംശയമുണ്ട്. വീടിപ്പം തകർക്കുന്നു. പണ്ടൊക്കെ വീട് തകർക്കുക എന്നുള്ളതൊന്നുണ്ടായിരുന്നില്ല. വീട് തകർത്തുന്നുണ്ട്. 1-2 പോകുന്ന വഴിക്ക് തട്ടി തകർക്കുന്നതാണ്. പക്ഷെ ചില കേസുകളൊക്കെ മനഃപൂർവ്വം തട്ടിയിട്ട് തകർക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ മാറ്റത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഞങ്ങൾ കണ്ടെത്തിയതും മുത്തങ്ങക്കാട്ടിൽ നിന്നാണ്. ഇപ്പോൾ സമയം 5 മണി. കഴിഞ്ഞ 2 മണിക്കൂറായി ഈ ആനക്കൂട്ടത്തിന്റെ കൂടെയാണ് ഞങ്ങൾ. NH-212 എന്ന് നമ്മൾ പേരിട്ട ഈ റോഡ് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞ 2 മണിക്കൂറായി ഈ 4-അംഗ ആനക്കുടുംബം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. 3 കിലോമീറ്റർ ദൂരം ഞങ്ങൾ ഇവരെ പിന്തുടർന്നു. ഈ 4-അംഗ കുടുംബത്തിന് ഞങ്ങൾ കാണുമ്പോൾ മുതൽ ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ റോഡൊന്ന് മുറിച്ചു കടക്കണം. കണ്ടവർ വണ്ടി നിർത്തുന്നു. പിന്നെയൊരു ആക്രാന്തമാണ്. ചിലരുടെ പെരുമാറ്റം ശിക്ഷാർഹമായ രീതിയിൽ അതിരുവിടുമ്പോഴും നിയന്ത്രിക്കാൻ ആരുമില്ല. ഉച്ചത്തിൽ ഹോൺ മുഴക്കാനോ അമിത വേഗതയിൽ പോകാനോ പാടില്ലാത്ത വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ പോകുന്ന റോഡിൽ ആനക്കൂട്ടത്തിനു മുന്നിലാണ് ഈ പ്രകോപനം. സഹിക്കവയ്യാതെ ആനകൾ കുറച്ചു ദൂരം കാട്ടിനുള്ളിലേക്ക് നടന്ന് മറഞ്ഞു നിന്നു. ഇവയെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? 2 മണിക്കൂർ വഴി തടഞ്ഞവരോടുള്ള ദേഷ്യത്തിന്റെ സ്വയം സംസാരിക്കുന്ന ദൃശ്യങ്ങൾ. പക്ഷേ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി: ഇങ്ങനെയൊരു പെരുമാറ്റം ഒരു ആദിവാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. നാട്ടുമനുഷ്യർ നിരന്തരം പരാതിപ്പെടുമ്പോഴും കാട്ടിനുള്ളിൽ ജീവിക്കുന്ന ഈ മനുഷ്യർക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഒരു ദിവസം ആന ഈ വീട് നശിപ്പിച്ചത്. രാത്രിയിൽ നശിപ്പിക്കപ്പെടുന്ന വീട് പകൽ പുനർനിർമ്മിച്ച് ജീവിതം തുടരുക എന്നതാണ്